ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബാലൻ. പോസിറ്റീവ് അഭിപ്രായം നേടുത്ത ഈ സിനിമയിൽ ബാലതാരങ്ങളായ ആദിശേഷൻ, സിനാൻ, ഫർസാന, ടോവിനോ തോമസ്, ഗിരീഷ് ഷേഡി, ബീന ആന്റണി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് മലയാളം പതിപ്പൊഴിച്ച് ബാക്കി ഭാഷകളിലൊന്നും തന്നെ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കാര്യമായി കളക്ഷൻ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 80 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 8 കോടി 5 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 18 കോടി 50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന മറ്റൊരു മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി, തമ്പി രാമയ്യ, കാളി വെങ്കട്ട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ആദ്യ 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1 കോടി 4 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 12,80,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിന്ന ചിന്ന ആസൈ എന്ന സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 1 കോടി 17 ലക്ഷം രൂപയാണ് ആദ്യ 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയ് ആന്റണി നായകനായി ശശി സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് നൂറുസ്വാമി. അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സിനിമയും നല്ല അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 6 കോടി 67, കർണാടകയിൽ 41 ലക്ഷം, ആന്ധ്രയിൽ 85 ലക്ഷം, തെലങ്കാനയിൽ 36 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 8 കോടി 39 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 1 കോടി 12 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 9 കോടി 51 ലക്ഷം രൂപയാണ്. 15 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. 12 കോടിക്കാണ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. ബി നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത് തമിഴിലും തെലുങ്കിലുമായി ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പന്തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാ ഇന്ദി ബംഗാരം. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. സാമന്ത, ഗുൽഷൻ ദേവയ്യ, ഗൗതമി, ശ്രീമുഖി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെലങ്കാനയിൽ 15 കോടി 92, ആന്ധ്രയിൽ 10 കോടി 62, കർണാടകയിൽ 5 കോടി 73, തമിഴ്നാട്ടിൽ 3 കോടി 23, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 72 ലക്ഷം എന്നിങ്ങനെ 36 കോടി 22 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $1.73 മില്യൺ, അതായത് 16 കോടി 38 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 52 കോടി 60 ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. അതേസമയം ചിത്രത്തിന്റെ 4 ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ 50 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. മഡോക്ക ഫിലിംസ് നിർമ്മിച്ച് ഹോമി അഡജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 27 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 74 കോടി 15 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 21 കോടി 30 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 95 കോടി 45 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 150 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 75 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 45 കോടി 75 ലക്ഷം രൂപയുമാണ്. രാംചരൺ നായകനായി ബുജി ബാബു സന സംവിധാനം ചെയ്ത് ജൂൺ 4 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ഈ ചിത്രത്തിന്റെ 19 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 226 കോടി 48 ലക്ഷം രൂപയും, കർണാടകയിൽ 31 കോടി 20, തമിഴ്നാട്ടിൽ 6 കോടി 32, കേരളത്തിൽ 57 ലക്ഷം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 30 കോടി 52 എന്നിങ്ങനെ 295 കോടി 9 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $5.35 മില്യൺ, അതായത് 51 കോടി 94 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 347 കോടി 3 ലക്ഷം രൂപയാണ് 19 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഫ്യൂരിയസ് എന്ന ഹോങ്കോങ് സിനിമ ഇക്കഴിഞ്ഞ ജൂൺ 19 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ റിലീസ് ചെയ്തിരുന്നു. കേരളത്തിൽ ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 20,50,000 രൂപയാണ്. 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1 കോടി 2 ലക്ഷം രൂപയുമാണ്. $20 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 31 മില്യൺ ആണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.